ക്രിസ്മസ് ഒക്കെ ആവാറായില്ലേ? അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വീട്ടിൽ തന്നെ പെട്ടെന്നൊരു പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ? അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടന്നാലോ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സിനെയൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുക്കുക. നല്ല ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് എടുക്കുക. പഞ്ചസാരയോ വെള്ളമോ ഒന്നും ഒഴിക്കാണ്ട് ആക്കിയെടുക്കുന്ന ഓറഞ്ച് ജ്യൂസ്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഫ്ലെയിം ഓൺ ആക്കണ്ട. അതിനുശേഷം 1 കപ്പാണ്, എല്ലാം കൂടി 1 കപ്പുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ്, അത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എടുത്തത് ഡേറ്റ്സ്, കറുത്ത മുന്തിരി, പിന്നെ ടൂട്ടി ഫ്രൂട്ടി. അപ്പോൾ ഇത് 3ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ നമ്മളെ ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കുക. അതൊന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വന്നിട്ടാകുമ്പം അതിനകത്തേക്ക് നമ്മളെ ഓറഞ്ചിൻ്റെ തൊലി 1/2 ടീസ്പൂണ് ഇട്ട് കൊടുക്കുക. പിന്നെ നട്ട്സ് ഇട്ട് കൊടുക്കുക. നട്ട്സായിട്ട് ഞാനിവിടെ ബദാമും അണ്ടിപ്പരിപ്പുമാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊരു 1/2 കപ്പ് ഉണ്ട്, അതും ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് 1/2 ടീസ്പൂണും ഇതും നമ്മളെ ജാതിക്കേൻ്റെ പൊടിയും പട്ടയുടെ പൊടിയും, അത് രണ്ടും ഇട്ട് കൊടുക്കുക. അത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് തണുക്കാൻ വെക്കുക. അതിനുശേഷം 1/2 കപ്പ് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുക. എന്നിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണ്ട. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും ചെയ്യണ്ട, അത് കുറച്ച് നേരം അങ്ങനെ വെക്കുക. അതിനുശേഷം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. പിന്നെ ഒന്ന് ഫ്ലെയിം ലോയിലേക്ക് വെച്ചിട്ട് നല്ല ചൂടുവെള്ളം 1/2 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാം ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ദൂരോട്ട് നിന്നിട്ട് ഒഴിക്കാൻ നിൽക്കുക, അല്ലെങ്കിൽ നമ്മളെ മേത്തേക്ക് തെറിക്കാൻ നല്ല സാധ്യതയുണ്ട് ചൂടുവെള്ളം പഞ്ചസാരയിലേക്ക് ഒഴിക്കുമ്പോൾ. അപ്പോൾ സൂക്ഷിച്ച് ഫുള്ളൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് അത് തണുക്കാൻ വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ എടുക്കുക. ഞാൻ എൻ്റെ കയ്യിലുള്ളതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്കിതാ പൊടിയൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ 1 കപ്പ് മൈദ പൊടിയിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂണ് ജാതിക്കയുടെ പൊടിയും 1/2 ടീസ്പൂണ് പട്ടയുടെ പൊടിയും 1/2 ടീസ്പൂണ് നമ്മളെ ഇഞ്ചി ചുക്ക് അതിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇതിവിടെ സെറ്റായി വന്നിട്ടുണ്ട്. തണുപ്പൊക്കെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. ആദ്യം 1 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വീണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്ന് വിട്ട് കിട്ടും ഈ ഫ്രൂട്ട്സുകളൊക്കെ തമ്മിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, കട്ടക്കട്ടയായിട്ട് ഇരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് അതൊന്ന് പൊടിച്ച് മാറ്റി വെക്കുക. അപ്പോഴേക്കും നമ്മൾ കേക്ക് ഉണ്ടാക്കേണ്ട മോൾഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ബെസ്റ്റ് പക്ഷേങ്കിൽ 8 ഇഞ്ചിൻ്റെ എടുക്കുന്നതാണ്. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് 6 ഇഞ്ചിൻ്റെത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ച് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 1/2 കപ്പ് ബട്ടർ, റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ എടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര കുറച്ചായി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ലോണം തന്നെ ബീറ്റ് ചെയ്യണം. നല്ല ക്രീമി ആയിട്ട് വരണം. ബട്ടർ നല്ല മെൽറ്റായിട്ട് വരണം. എങ്കിൽ മാത്രമേ അതും സെറ്റായിട്ട് വരും. ഈ ഒരു ഫോം ആയി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും 2-3 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 മുട്ട ഇട്ടിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം ലോയിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് പിന്നെ ഹൈയിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നന്നായിട്ട് ബീറ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച കാരമൽ സിറപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല തണുത്തതായിരിക്കണം. തണുത്തത് ഇതിലേക്ക് ഒഴിച്ചിട്ട് അതും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് 1 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് പൊടി. നിങ്ങളുടെ കയ്യിൽ ബൂസ്റ്റ് ഇല്ലെങ്കിൽ നേരത്തെ നമ്മൾ
നമ്മൾ മൈദപ്പൊടി നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്താലും മതി. ഇതിപ്പം ബൂസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സും ഇതിലിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതാ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക. പൊടി ഇട്ട് കൊടുത്ത് അതും ബീറ്റ് ചെയ്തെടുക്കുക. ഈ ബീറ്റ് ചെയ്യുന്നതൊക്കെ ലോ സ്പീഡിൽ ഇട്ടിട്ടായിരിക്കണം ചെയ്യേണ്ടത്. സ്ലോലി ചെയ്യുക, ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ എല്ലാം പൊടികളും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാ ഈ ഒരു ഫോമിലാണ് നമുക്ക് ഈ ബാറ്റർ കിട്ടുക. ഇതിൽ ഇനി എക്സ്ട്രാ ഒരു വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ബാറ്ററി ഇതിലും ലൂസ് ആവാൻ പാടില്ല. ഇതിലും കുറച്ചും കൂടി ടൈറ്റ് ആയാലും കുഴപ്പമില്ല, ലൂസ് ആവാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്ക് അതിന് മുന്നേ തന്നെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യുക. അത് നമ്മൾ ഗ്യാസ് സ്റ്റൗവിലാണ് വെക്കുന്നെങ്കിൽ ഒരു പാൻ എടുത്ത് വെച്ച് 10 മിനിറ്റ് സെയിം തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ എന്നിട്ട് നമുക്ക് ബാറ്റർ നമ്മളെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 160 ഡിഗ്രിയിൽ 1 മണിക്കൂറും 20 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ചിലപ്പം ഓരോ ഓവൻ്റെ ഇതനുസരിച്ചിട്ടും ഒക്കെ മാറ്റം ഉണ്ടാവും. എങ്ങനെയായാലും 1 അവർ എങ്ങനെയായാലും ബേക്ക് ചെയ്യണം 160 ഡിഗ്രിയിൽ. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്തെടുക്കുക. കുക്കറിലാണെങ്കിലും സെയിം തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അതും ഒരു 1 അവർ വേണ്ടി വരും ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി കേക്ക് ആയതിനു ശേഷം കാണാം. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് ആ ദിവസം തന്നെ മുറിക്കാതെ മിനിമം ഒരു പിറ്റത്തെ ദിവസം മുറിക്കാൻ ശ്രമിക്കുക. എന്നാലേ കുറച്ചും കൂടി നല്ല സൂപ്പറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അന്ന് തന്നെ മുറിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.